അങ്ങനെ ശബരിമലയിൽ വരാൻ തുടങ്ങിയപ്പോഴാണ് അവിടെയുള്ള അപ്പൊ നേരത്തെ ഒരു പരിചയം ഉണ്ടല്ലോ, പുറത്താക്കിയെങ്കിലും നന്നായിട്ട് പോറ്റിയാണല്ലോ, പൂണിലിട്ടിരിക്കുന്ന ആളാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് ബാക്കിയുള്ളവർ അതിനെ അക്സെപ്റ്റ് ചെയ്ത് വന്നപ്പോൾ ഇദ്ദേഹത്തിന് വീണ്ടും അവിടെ ആക്സസ് ആയി. അങ്ങനെ മുതലാളിമാരെ കൊണ്ടുവരികയും മുതലാളിമാരിൽ നിന്ന് പണമൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ടുള്ള ഒരു നെക്സസ് ശബരിമലയിൽ ഉണ്ടാക്കിയെടുക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കഴിഞ്ഞു. ഇതാണ് കഥ. കഴിഞ്ഞ ഒരു 8-10 വർഷത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കഥ ഇതാണ്. എന്നിട്ടാണ് അപ്പൊ ആ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നല്ല നെക്സസ് ആയപ്പോൾ ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലൊരു ബിനാമിയെ പത്മകുമാറിനും സംഘത്തിന് വേണമായിരുന്നു. വാസുവിനും പത്മകുമാറിനും ബൈജുവിനും ഒക്കെ സംഘത്തിന് വേണമായിരുന്നു. ഒരു ബിനാമി വേണമായിരുന്നു ഇതൊക്കെ ചെയ്യാൻ. കടമ്പള്ളി സുരേന്ദ്രൻ അടക്കമുള്ള ആളുകളും ഒക്കെ ഇതിനകത്ത് ബന്ധമുണ്ടെങ്കിൽ അവർക്കും വേണം ഒരു ബിനാമി. എപ്പോഴും നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് ബിനാമികളെ കൊണ്ടാണ്, അല്ലെങ്കിൽ വെറ്ററാളിനെ കൊണ്ട് ചെയ്യിച്ചിട്ട് നമ്മൾ ലാഭം എടുക്കണം. ഡയറക്ടർ ഇറങ്ങി ചെയ്യാൻ പറ്റത്തില്ല. മന്ത്രിക്ക് ഇറങ്ങി ചെയ്യാൻ പറ്റും, കടമ്പള്ളിക്ക് ഇറങ്ങി, അന്ന് മന്ത്രിയാണ്, ഇറങ്ങി ചെയ്യാൻ പറ്റും. പത്മകുമാറിന് ഡയറക്ടർ ഇറങ്ങി ചെയ്യാൻ പറ്റും, പറ്റത്തില്ലല്ലോ. ദേവസ്വം മെമ്പർമാർക്ക് ഡയറക്ടർ ഇറങ്ങി ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്തു? ഇങ്ങനെ ഒരു പരിപാടി വെച്ചു. ഇതിനു മുമ്പ് വേറൊരു കഥയുണ്ട്. ഇവിടെ ഇപ്പൊ പാളി കൊണ്ടുപോയ കഥയാണല്ലോ പറയുന്നത്. അതുപോലെ തന്നെ ദ്വാരപാലക വിഗ്രഹം കൊണ്ടുപോയ പിന്നെ മണ്ഡപം പിന്നെ പ്രതിഷ്ഠ കൊണ്ടുപോയ കാര്യമൊക്കെയാണല്ലോ പറയുന്നത്.